ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയ മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇടുക്കി ജില്ലയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഇടുക്കി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള, ആൻസർ ഇടുക്കി. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ദ ഡിസ്ട്രിക്റ്റ് ഇടുക്കി ഹാസ് ലാർജസ്റ്റ് ഫോറസ്റ്റ് ഏരിയ ഇൻ കേരള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? പൈനാവ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? പൈനാവ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇടുക്കി, ആൻസർ പൈനാവ്. ഇടുക്കി ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എവിടെയാണ്? ഇടുക്കിയാണ്. പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള എവിടെയാണ്? ഇടുക്കിയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. അതെവിടെയാണ്? ഇടുക്കി. ഹയസ്റ്റ് പീക്ക് ഓഫ് കേരള, ആൻസർ ആനമുടി, ഇടുക്കി. ഹയസ്റ്റ് പീക്ക് ഓഫ് സൗത്ത് ഇന്ത്യ, ആനമുടി, ഇടുക്കി. അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. അതെവിടെയാണ്? ഇടുക്കിയിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ നീലക്കുറിഞ്ഞി ഗാർഡൻ എവിടെയാണ്? മൂന്നാർ, ഇടുക്കി. നീലക്കുറിഞ്ഞി ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മൂന്നാർ. അതെവിടെയാണ്? ഇടുക്കിയിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ശർക്കര മ്യൂസിയം എവിടെയാണ്? മറയൂര്. അതെവിടെയാണ്? ഇടുക്കി. കേരളത്തിലെ ശർക്കരയ്ക്ക് പേരുകേട്ട സ്ഥലമാണ് മറയൂര്. അതെവിടെയാണ്? ഇടുക്കിയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ തേയില മ്യൂസിയം എവിടെയാണ്? മൂന്നാർ, ഇടുക്കി. ടീ മ്യൂസിയം ഓഫ് കേരള, ആൻസർ മൂന്നാർ, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് ഇടുക്കി. അതുപോലെ ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്ന, ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്നതാണ് കുരുമുളക്. കുരുമുളക്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഫസ്റ്റ് ഡാം ഓഫ് കേരള, ആൻസർ മുല്ലപ്പെരിയാർ ഡാം, ഇടുക്കി. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ, ഇടുക്കി. പള്ളിവാസൽ അതെവിടെയാണ്? ഇടുക്കിയിലാണ്. ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഓഫ് കേരള, ആൻസർ പള്ളിവാസൽ, ഇടുക്കി. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം എവിടെയാണ്? ഇടുക്കി ഡാമാണ്. ലാർജസ്റ്റ് ആർച്ച് ഡാം ഓഫ് കേരള, ആൻസർ എന്താണ്? ഇടുക്കി ഡാം. ലാർജസ്റ്റ് ആർച്ച് ഡാം ഓഫ് കേരള, ഇടുക്കി ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഡിസ്ട്രിക്റ്റ് ഇടുക്കി ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഓഫ് കേരള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. പെരിയാർ വന്യജീവി സങ്കേതം എവിടെയാണ്? ഇടുക്കിയിലാണ്. അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇരവികുളം ദേശീയോദ്യാനമാണ്. അവിടെയാണ്, ഇടുക്കിയിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടി, ഇടുക്കി. ഫസ്റ്റ് ട്രൈബൽ ഗ്രാമപഞ്ചായത്ത് ഓഫ് കേരള, ആൻസർ എന്താണ്? ഇടമലക്കുടി, ഇടുക്കി. ഇടമലക്കുടി എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇടമലക്കുടി, ഇടുക്കി. അതുപോലെ രാമക്കൽ മേടം കിട്ടുന്നു. രാമക്കൽ മേടം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാറ്റ് വീശുന്ന സ്ഥലമാണ് രാമക്കൽ മേടം. അതുപോലെ പറയുകയാണെങ്കിൽ ശങ്കരപാണ്ഡ്യൻ മേടത്തിലുണ്ട്. ശങ്കരപാണ്ഡ്യൻ മേട് അതെവിടെയാണ്? ഇടുക്കിയിലാണ്. ശങ്കരപാണ്ഡ്യൻ മേട്, ഇടുക്കി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മൂന്നാറിനെ കുറിച്ച് പറയുമ്പോൾ നീലക്കുറിഞ്ഞി പൂക്കുന്ന സ്ഥലമാണ് മൂന്നാർ. 12 വർഷത്തിലൊരിക്കലാണ് എന്ത് ചെയ്യുന്നത്? നീലക്കുറിഞ്ഞി പൂക്കുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് കേട്ടോ. 12 വർഷത്തിൽ. അതുപോലെ ഇടുക്കിയിലെ ഫ്ലവർ ഷോ എന്താണ്? വേൾഡ് ഫേമസ് ആണ്. ഇടുക്കിയിലെ ഫ്ലവർ ഷോ വേൾഡ് ഫേമസ് ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇടുക്കി തൂവാനം വാട്ടർഫാൾ എവിടെയാണ്? തൂവാനം വാട്ടർഫാൾ ഇടുക്കിയിലാണ്. തൂവാനം വാട്ടർഫാൾ എവിടെയാണ്? ഇടുക്കിയിലാണ് കേട്ടോ. തൂവാനം വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. ആണ് ഇടുക്കിയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ
കോട്ടയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ഞാൻ അന്നേരം മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് EV രാമസ്വാമി സ്മാരകം എവിടെയാണ്? വൈക്കം, കോട്ടയമാണ്. EV രാമസ്വാമി മെമ്മോറിയൽ വൈക്കം എവിടെയാണ്? കോട്ടയം. അതുപോലെ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എവിടെയാണ്? കോട്ടയം. കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആൻസർ കോട്ടയം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എവിടെയാണ്? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അതിരമ്പുഴ, കോട്ടയം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എവിടെയാണ്? അതിരമ്പുഴ, കോട്ടയം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ അതിരമ്പുഴ എവിടെയാണ്? കോട്ടയമാണ്. അതുപോലെ ഇടുക്കി ജില്ലയുമായിട്ട് പ്രത്യേക പ്രകൃതി സൗന്ദര്യങ്ങളുണ്ട്. പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യമുള്ളൊരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത് കേട്ടോ. അവളെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അവളെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്കിത് കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ കാശ്മീർ ഏതാണ്? കേരളത്തിലെ കാശ്മീർ മൂന്നാറാണ്, അത് ഇടുക്കിയാണ്. കാശ്മീർ ഓഫ് സൗത്ത് ഇന്ത്യ ആൻസർ എന്താണ്? മൂന്നാർ, ഇടുക്കി. അതായത് കാശ്മീർ ഓഫ് കേരള ആൻസർ മൂന്നാർ, ഇടുക്കി. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് ഏതാണ്? വാഗമൺ, ഇടുക്കി. സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള ആൻസർ എന്താണ്? വാഗമൺ, അതെവിടെയാണ്? ഇടുക്കിയിലാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം? കേട്ട് പഠിക്കുക. ഞാനിവിടെ വന്നത് വീണ്ടും പറയുകയാണ്. ഇവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. വീഡിയോ കാണുന്നവരൊക്കെ കാണുക കേട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്താണ് ഉപകാരപ്രദമായ ക്വസ്റ്റ്യൻസാണ്. പരീക്ഷകൾക്ക് ചോദിക്കുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്.